ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലൂടെയുള്ള ആത്മീയ യാത്ര കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെട്ട് നാം ഇന്നും തുടരുകയാണ്. അങ്ങ് ശ്രദ്ധിക്കുന്നത് ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയാണ്. ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 59-ാമത്തെ എപ്പിസോഡിലേക്ക് അങ്ങയ്ക്ക് സ്വാഗതം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 5-ാം അധ്യായത്തിൽ നാം ഓർത്ത് നിർത്തിയത് ദൈവത്തിൻ്റെ പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിലേക്ക് അകപ്പെടുകയാണ്. അത് തൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തം ദൈവം അനുവദിച്ചതാണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നാം അത് ഓർത്ത വിഷയവുമാണ്. എന്നാൽ ദാഗോൻ്റെ ക്ഷേത്രത്തിൽ എത്തപ്പെട്ട ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ ദാഗോൻ്റെ പ്രതിമ വീണ് കിടക്കുന്നത് കാണുകയുണ്ടായി. നാം ഓർത്തതുപോലെ തൻ്റെ ജനം പാപം ചെയ്താലും അത് ദൈവം അനുവദിക്കുന്നതല്ല. ദൈവത്തിൻ്റെ മഹത്വത്തിന് അതുകൊണ്ട് യാതൊരു കുറവും വരികയില്ല. എന്നാൽ ഒരു വശം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പാപം ദൈവത്തിൻ്റെ മഹത്വം ലോകം മനസ്സിലാക്കുന്നതിന് ഒരു തടസ്സമാണ് എന്നത് വസ്തുതാപരമായ വിഷയമാണ്. അനേക ഇടങ്ങളിൽ സുവിശേഷത്തിൻ്റെ പ്രകാശനം സംഭവിക്കാത്തത് ദൈവജനത്തിൻ്റെ ശരിയല്ലാത്ത ജീവിത ശൈലി കൊണ്ടാണ് എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല. എന്നാൽ ദൈവമക്കൾ അവരുടെ ജീവിതത്തെ ശരിയായ നിലയിൽ സൂക്ഷിക്കുകയും ദൈവിക മഹത്വത്തിൻ്റെ കാവൽക്കാരായി ജീവിതത്തെ ക്രമീകരിക്കുകയും ചെയ്യുമ്പോൾ പിശാചിൻ്റെ തന്ത്രങ്ങൾക്ക് മേൽ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പ്രദർശനം നമുക്ക് ദൃശ്യമാകത്തക്ക നിലയിൽ അനുഭവിക്കുവാൻ കഴിയും എന്നുള്ളത് ചരിത്രം സാക്ഷി നിൽക്കുന്ന അനുഗ്രഹീതമായ വിഷയമാണ്. ഞാൻ തുടർന്ന് 4-ാം വാക്യം 5-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കാം. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. പിറ്റേന്നാൾ രാവിലെ അവർ എഴുന്നേറ്റപ്പോൾ ദാഗോൻ യഹോവയുടെ പെട്ടകത്തിൻ്റെ മുൻപിൽ കവിണ്ണ് വീണ് കിടക്കുന്നത് കണ്ടു. ദാഗോൻ്റെ തലയും അവൻ്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ കിടന്നു. ദാഗോൻ്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. കഴിഞ്ഞ ഭാഗത്തിൽ ഓർത്തതുപോലെ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ വീണ് കിടക്കുന്ന ദാഗോൻ്റെ പ്രതിമ, അതിനെ ഞാൻ ഇങ്ങനെ പറയട്ടെ, പിശാചിന് ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. അവന് സൃഷ്ടിയാണ്, എന്നാൽ അവൻ ദൈവത്തോട് മത്സരിച്ചു. ഈ സൃഷ്ടിയായിട്ടുള്ള ഈ വീണുപോയ പിശാചിന് ദൈവമഹത്വത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് തുല്യനായി മറ്റാരുമില്ല. അവിടുന്ന് എന്നെന്നും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായി വാഴുന്ന സ്വർഗത്തിലെ രാജാതിരാജനും കർത്താതികർത്താവുമായ ദൈവമാണ്. 4-ാം വാക്യത്തിൽ നിന്ന് ഒരു പ്രയോഗം മുൻപിലേക്ക് കൊണ്ടുവരാം. ദാഗോൻ്റെ തലയും അവൻ്റെ കൈപ്പത്തികളും ഉമ്മരപ്പടിമേൽ മുറിഞ്ഞു കിടന്നു. ദാഗോൻ്റെ ഉടൽ മാത്രം ശേഷിച്ചിരുന്നു. അക്കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ശത്രുക്കൾ തോൽപ്പിക്കുമ്പോൾ ശത്രുവിൻ്റെ തലയും അവയവങ്ങളും ഛേദിക്കുന്നത് നമുക്ക് ചരിത്രത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. അത് വിജയിക്കുന്ന ആ രാജാവിന് തോൽപ്പിക്കപ്പെട്ട ശത്രുവിൻ്റെ മേലുള്ള സമ്പൂർണ്ണ വിജയത്തെയാണ് കാണിക്കുന്നത്. ശത്രുവിൻ്റെ മരണത്തെയാണ് അത് ഉറപ്പിക്കുന്നത്. തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 17-ാം അധ്യായം 54-ാം വാക്യത്തിൽ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യമല്ലനെ കൊല്ലുമ്പോൾ അല്ലെങ്കിൽ വിജയിക്കുമ്പോൾ ദാവീദ് ചെയ്തൊരു പ്രവൃത്തിയെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. നാം വായിക്കുന്നു, എന്നാൽ ദാവീദ് ഫെലിസ്ത്യൻ്റെ തലയെടുത്ത് അതിനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവൻ്റെ ആയുധവർഗമോ തൻ്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ഇവിടെ ഫെലിസ്ത്യൻ്റെ തലയെടുക്കുന്ന ദാവീദിനെയാണ് കാണുവാൻ സാധിക്കുന്നത്. അതുതന്നെയാണ് ഞാൻ പറഞ്ഞത്. ശത്രുവിൻ്റെ അവയവങ്ങൾ ഛേദിച്ച് അവൻ്റെ മരണം ഉറപ്പാക്കി അവൻ്റെ മേൽ സമ്പൂർണ്ണ ആധിപത്യവും വിജയവും കൊണ്ടാടുകയാണ് ജയാളി. അതുപോലെ തന്നെ ഇവിടെ ഇതാ ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുൻപിൽ ദാഗോൻ്റെ തലയും അവൻ്റെ കൈപ്പത്തികളും മുറിഞ്ഞു കിടന്ന് ഉടൽ മാത്രം ശേഷിച്ച് ദൈവത്തിൻ്റെ പെട്ടകത്തിനുള്ളിൽ വീണ് കിടക്കുന്ന
ആ ദാഗോനെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇത് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ, ദൈവത്തിൻ്റെ ശക്തിയുടെ, അവിടുത്തെ ആത്യന്തിക വിജയത്തിൻ്റെ പ്രദർശനത്തിൻ്റെ ഒരു ചിത്രമായി നമുക്ക് ദർശിക്കുവാൻ കഴിയുന്നുണ്ട്. സർവശക്തനായ ദൈവത്തിൻ്റെ മുൻപിൽ പിശാചിൻ്റെ പ്രതിനിധിയായ ദാഗോൻ്റെ പരാജയമാണ്, സമ്പൂർണ്ണ പരാജയമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, അങ്ങയുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ പൈതലാണെങ്കിൽ അങ്ങ് ഭയപ്പെടേണ്ടെന്ന് ആവശ്യമില്ല. എന്നാൽ ഓർമ്മപ്പെടുത്തട്ടെ, ദൈവകൃപയ്ക്ക് വിധേയപ്പെട്ടു വേണം അങ്ങ് ജീവിക്കുവാനായിട്ട്. അങ്ങനെ ജീവിക്കുമെങ്കിൽ ശത്രുനിരയെ വെല്ലുവിളിക്കുവാൻ അങ്ങയ്ക്ക് സാധിക്കും. കാൽവറിയുടെ ക്രൂശിലേക്ക് ശ്രദ്ധിച്ചു നോക്കുക. കാൽവറിയുടെ ക്രൂശിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിശാചിനുമേലുള്ള വിജയം നമുക്ക് ആധികാരികമായി കാണുവാൻ കഴിയുന്നുണ്ട്. ലോകം യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം ഒരു പരാജയമായിട്ട് അറിവില്ലായ്മ കൊണ്ട് ദർശിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അതിനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നത് എന്താണ് എന്ന് ഒരു വാക്കിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെടുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. നമ്മുടെ കർത്താവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. നമ്മുടെ കർത്താവ് പിശാചിൻ്റെയും അവൻ്റെ സൈന്യത്തിൻ്റെയും മേൽ കാൽവറി ക്രൂശിൽ വിജയിക്കുന്ന അനുഗ്രഹീതമായ ചരിത്രം കാണുവാൻ കഴിയുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം വിജയിക്കുന്ന ദൈവമാണ്. തൻ്റെ മക്കൾക്ക് പിശാചിൻ്റെ മേലുള്ള വിജയം ദൈവം നൽകുന്നുണ്ട്. ഈ ഭൂമിയിൽ വിവിധമായിട്ടുള്ള പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പിശാചിൻ്റെ തന്ത്രങ്ങളും നമുക്ക് നേരെ ഉള്ളപ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചാൽ ഏത് ശത്രുനിരയും ആത്മീയ പോരാട്ടത്തിൽ തോൽപ്പിക്കുവാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് വിശുദ്ധ വചനം നൽകുന്ന ആധികാരികമായ ഉറപ്പാണ് ക്രൂശിലെ കർത്താവിൻ്റെ വിജയം എന്ന് പറയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, അങ്ങ് പാപത്താൽ ഓരോ നിമിഷവും വീണുപോകേണ്ടുന്ന ആളല്ല. വിവിധമായ പാപങ്ങൾ കീഴ്പ്പെടുത്തുന്ന ക്രിസ്തീയ ജീവിതമല്ല ദൈവം ആഗ്രഹിക്കുന്നത്, മറിച്ച് ജയിക്കുന്ന ക്രിസ്തീയ ജീവിതമാണ്. അതിന് ക്രൂശിൽ ജയിച്ചവൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് ആ വിജയത്തിൻ്റെ സന്നാഹവുമായി മുന്നോട്ട് പോകുവാൻ കഴിയണം. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിപ്പാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ ആശ്രയിപ്പാൻ, ജീവിതങ്ങളെ ദൈവത്തിന് കീഴ്പ്പെടുത്തുന്ന സ്വഭാവത്തിലേക്ക് വരുവാൻ അങ്ങയ്ക്ക് സാധിക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ദൈവപുത്രനായ ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിച്ചിട്ടില്ലെങ്കിൽ അങ്ങയ്ക്ക് പിശാചിനെ തോൽപ്പിക്കുവാൻ, പാപത്തെ ജയിക്കുവാൻ കഴിയേണ്ടതിന് യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ മരിച്ചത് അങ്ങയ്ക്കു വേണ്ടിയാണ് എന്നങ്ങ് വിശ്വസിക്കണം. ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം നൽകുന്ന വിജയം സ്വന്തമാക്കുവാൻ അങ്ങയുടെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ പാദപീഠത്തിൽ അർപ്പിക്കണം. ക്രിസ്തു മാത്രം ഏകദൈവമാണെന്നും അവിടുന്ന് ഏക കർത്താവാണെന്നും അവിടുന്ന് മാത്രമാണ് അങ്ങയുടെ പാപങ്ങളുടെ വിമോചകനെന്നും മനസ്സിലാക്കി കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ ദൈവം അങ്ങയെ സഹായിക്കട്ടെ. എല്ലാ കേൾവിക്കാരെയും സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.